നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ അലൻസിയർ ലോപ്പസ്, നിങ്ങൾക്കറിയാമല്ലോ, അലൻസിയർ ലോപ്പസ് എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിലകൻ എന്ന മഹാനടൻ അന്തരിച്ചതിന് ശേഷം, അദ്ദേഹം വിടവാങ്ങിയതിന് ശേഷം അതുപോലുള്ള ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്ന ഒരാളുടെ വലിയ ഒരു വിടവ് തന്നെയുണ്ട് ഇവിടെ. ആർക്കും അത് നികത്താൻ പറ്റുമെന്നും തോന്നുന്നില്ല. പക്ഷേ ഒരു സമയത്ത് തിലകന് പകരം അലൻസിയർ ലോപ്പസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോക്കസിലുള്ള ആളുകൾ തന്നെ പോസ്റ്റും മറ്റുമൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ തിലകനുമായിട്ട് ഒരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന നടനല്ല അലൻസിയർ. പക്ഷേ അദ്ദേഹം സ്വഭാവ നടനാണ്. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലൂടെയൊക്കെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലറായ വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങുമായിരുന്നു. പക്ഷേ കേരളത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അമേരിക്കയുടെ ദേശീയ പതാകയുടെ രൂപത്തിലുള്ള അടിവസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പൊതുവിടങ്ങളിൽ വന്ന് പ്രതികരിക്കും. കണ്ണ് കെട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കും. അത്തരം കാര്യങ്ങളൊക്കെ വലിയ പ്രതികരണശേഷി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് കാണുന്നില്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കയറിയപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയി ആദരാഞ്ജലികൾ എന്ന തരത്തിൽ കുറച്ച് പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ ഞെട്ടിപ്പോയി. ശരിക്കും ഇയാൾ മരിച്ചുപോയോ എന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചു കാണണം, അല്ലായിരുന്നെങ്കിൽ പ്രതികരിച്ചേനെ എന്ന തരത്തിലാണ് പോസ്റ്റ്. ശരിയാണ്, ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം എല്ലാ കാര്യത്തിലും പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇവിടെ ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടന്നിട്ട് അതിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം മരിച്ചു പോയെന്നായിരിക്കും. ആ പോസ്റ്റ് ഇട്ട ആളെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അലൻസിയർ ലോപ്പസിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞാണ് പോസ്റ്റൊക്കെ കിടക്കുന്നത്. നോക്കുമ്പോഴാണ് കുറച്ച് നാറിയായിട്ട് അദ്ദേഹം ചത്ത് കാണും അല്ലെങ്കിൽ മരിച്ചു കാണും, അല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം പ്രതികരിച്ചേനെ എന്ന തരത്തിൽ. ശരിയാണ്, ഒരു സമയത്ത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഏത് കാര്യത്തിനും ഇവിടെ പ്രതികരിക്കുമായിരുന്നു. അതെല്ലാം ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെ, RSSനെതിരെ, സംഘപരിവാർ ഫാസിസത്തിനെതിരെയാണ് പ്രതികരണം. കണ്ണ് കെട്ടിപ്പോലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരോട് കേസെടുക്കാൻ പറഞ്ഞതാണ്. എന്തിനാണ്, എവിടുത്തെ കേസാണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരേന്ത്യയിലെ ഏതോ ഗ്രാമത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അവിടുത്തെ കാര്യത്തിനാണ് ഇവിടെ കേസെടുക്കാൻ പറഞ്ഞത്. പിന്നീട് PP ഊതുക, അണ്ടർവെയർ ഇട്ടുണ്ട്, അതായത് അമേരിക്കയുടെ ദേശീയ പതാകയുടെ നിറമുള്ള അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അണ്ടർവെയർ ഇട്ടുകൊണ്ട് ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ഇടയ്ക്ക് PP ഊതുക, അഭ്യാസം കാണിക്കുക, ഒരു തക്കിട തരികട പരിപാടി തന്നെയായിരുന്നു. ഒടുവിൽ കൂട്ടത്തിലുള്ള, അതായത് സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു സഹനടി ഇങ്ങേർക്കെതിരെ ആ സിനിമ അമ്മയിൽ തന്നെ കൊണ്ട് പരാതി കൊടുത്തപ്പോഴാണ് ഇദ്ദേഹം അനുവാദമില്ലാതെ എൻ്റെ കൂടെ കട്ടിലേക്ക് കയറി കിടക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തതിന് ശേഷമാണ് ഈയിടെ കട്ടയും പടവും മടങ്ങിയത്. പിന്നെ ഇന്നേ നാഴിക വരെ വാ പൊളിച്ചിട്ടില്ല. സംഖ്യകൾ അടിച്ചൊതുക്കി കളഞ്ഞ്. അല്ലെങ്കിലും ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടമുണ്ട്. 99% ഫ്രോഡുകളായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു കാലത്ത് അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം വെളിയിൽ വരുമെന്നറിയാം. അന്ന് അവർക്കൊരു പരിചയമായിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കാവൽ വേണം. അതിനാണ് അവർ ഈ ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറുന്നത്. പക്ഷേ ആ പരിചയമൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ സംഖ്യകൾ വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു. ഇപ്പോൾ ഈ ഫ്രോഡ് സാംസ്കാരിക നായകർക്കൊക്കെ വലിയ രക്ഷയൊന്നുമില്ല. അപ്പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ അപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു പോകുമായിരിക്കും. പക്ഷേ മറ്റൊരു അവസരത്തിൽ സംഖ്യകൾ വാരി അലക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയായിരിക്കാം ഒരുപക്ഷെ ഈ അലൻസിയർ. അതുകൊണ്ടായിരിക്കാം അലൻസിയർ അന്തരിച്ചു, അലൻസിയറിന് ആദരാഞ്ജലികൾ എന്ന തരത്തിൽ പോസ്റ്റുകൾ പ്രഭവിക്കുന്നത്. എന്തായാലും അലൻസിയർ അന്തരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. പ്രതികരണശേഷി എന്നത് അന്തരിച്ച് കാണണം. അതുകൊണ്ടാണ് അനങ്ങാത്തത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.